വീണ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റിജൽ എന്ന ടോപ്പ് സിംഗർ സമോജ്വലൻ, ഉജ്വലൻ, രാഘോജ്വലൻ. എ.ടി. ഉമ്മറിന്റെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഗാനമാണ് താരം. പേന എനിക്ക് എന്തിനാന്ന് ഞാൻ ആലോചിച്ചു പോവാ. തൊട്ടിട്ടില്ല ഞാൻ. പിടിച്ചില്ല. ദേവരാഗം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും കെ എസ് ചിത്രനും ചേർന്നാലപിച്ച ഗാനവുമായാണ് പാടി. ഉഗ്രൻ കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. ദുർഗുനെ പറഞ്ഞു കൊടുത്തില്ലേ, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് ജനിച്ചത്. അത്ഭുതപ്പെടുത്തി വീണ്ടും ഒരു കംബാക്ക്. തടവറ എന്ന ചിത്രത്തിൽ വാണിജയറാം ആലപിച്ച ഗാനവുമായാണ് മൈഥിലിക്കുട്ടി എന്ന് ടോപ്പ്. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. വെരി ഗ്രേസ്ഫുൾ മൊമെന്റ്സ്. ഋതമികയായിട്ട് പാടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റൈഗക്കുട്ടി എന്ന് ടോപ്പ് സിംഗർ. റൈക്ക ബേബി ബ്രെത്ത് മാനേജ്മെന്റ് നന്നായി പഠിച്ചു. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണ് താരം മനോഹരമായി. നല്ലായിരുന്നു. മാനേജ് பண்ணிட்டீங்க நீங்க. அதுல நான் ஸ்பெஷலா உங்களை அப்ரிஷியேட் பண்றேன். ഞാൻ ഏകനാണെന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് റിയാൻകുട്ടി. ഉഗ്രനായിട്ട് പാടി റിയാൻകുട്ട. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ജ്വാല എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് ജിദ്ദ എന്ന് ടോപ്പ്. എം ജെ അങ്കിളുടെയൊക്കെ കല്യാണം കഴിയുന്ന സമയത്തില്ലേ അതിലിട്ടിരുന്ന പാട്ട് ഏതായിരുന്നു? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ല. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പി സുശീലാമ്മ ആലപിച്ച ഗാനമാണ് താരം ഇനി അമ്മാധു അങ്കിൾ. ഞാൻ ഓർക്കുന്നില്ല. അതാണ് വീട്ടില് വിളിക്കാറുള്ള പറഞ്ഞാ ശരിയാവില്ല. ഒന്ന് പറ. ഗുണ്ടുമണി അത് ശരി. ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനവുമായാണ് സാംസു. വളരെ നന്നായിരുന്നു മോനെ, വളരെ നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അധിപൻ എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനവുമായാണ് ശ്രീയക്കുട്ടി എന്ന് ടോപ്പ്. ഈ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ശ്രീകുട്ടി പാടിയപ്പോ. എനിക്ക് ആ കുട്ടിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കിട്ടണമല്ലോ. ബ്യൂട്ടിഫുൾ അറ്റ്. ആഭിജാത്യം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും പി സുശീലാമ്മ ആലപിച്ച ഗാനവുമായാണ്. ഇങ്ങനെ തേനൊഴുക്കു പാട്ടുകാരിയല്ലേ നമ്മുടെ തിരുവനന്തപുരം. ടോപ്പ് ആവും. കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവകാമിക്കുട്ടി എന്ന് ടോപ്പ്. 10 വയസ്സിൽ ഈ പാട്ട് ഇങ്ങനെ പാടുക എന്നത് അൺബിലീവബിൾ ആണ്. എം എസ് ബാബുരാജിന്റെ സംഗീതത്തിലെ ജാനകിയം ആലപിച്ച ഗാനമാണ് താരം. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇതുപോലെ ഒന്നും പാടുന്ന എനിക്ക് തോന്നുന്നില്ല.